ഈ ഒരു കളർ ലൈറ്റ് ഗ്രീൻ എന്ന് പറഞ്ഞിട്ടുള്ളത് പുതിയൊരു കളർ ആഡ് ചെയ്തിട്ടുള്ളതാണ്. ഇത് നിങ്ങൾ വേറെ ഏതെങ്കിലും സ്കൂട്ടറിൽ കണ്ടു പരിചയമുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ സൗണ്ട് ഒരു മൈക്കിൽ കിട്ടില്ല, അത്രയും സൈലന്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. സ്റ്റാർട്ട് ചെയ്യാണ്. ഒരു സൈലന്റ് സ്റ്റാർട്ടർ മോട്ടോർ വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മുടെ വാഹനം ഓൺ ആയി കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു DRL പോലെ ഇവിടെ വർക്ക് ചെയ്യും. ഒപ്പം നമ്മൾ ബ്രേക്ക് പിടിക്കുകയാണെങ്കിൽ കണ്ടോ ബാക്കിയുള്ള ഭാഗത്തിൽ ഗ്രാഫിക്സ് കാര്യങ്ങൾ നമ്മൾ സാധാരണ കാറിലൊക്കെ കണ്ട രൂപത്തിലാണ് വന്നിട്ടുള്ളത്. ഈ തീം നമുക്ക് 2 എണ്ണം വരുന്നുണ്ട്. ഇത് കൂടാതെ 780 മില്ലിമീറ്റർ സീറ്റ് ഹൈറ്റ് വരുന്നുള്ളൂ. സോ അത്യാവശ്യം ഉയരം കുറഞ്ഞവർക്കും ഫ്ലാറ്റ് ഫുട്ട് ചെയ്ത് കൊണ്ടു നടക്കാനായിട്ട് പറ്റും. ഒപ്പം 98 കിലോയാണ് വെയിറ്റ് വരുന്നുള്ളൂ. സുഖമായിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. ആദ്യമായിട്ടൊരു സ്കൂട്ടർ വാങ്ങുന്നവരും പ്രത്യേകിച്ച് ലേഡീസ് ആണെന്നതിലും ഏറ്റവും അധികം ചൂസ് ചെയ്യുന്ന ഒരു മോഡലാണ് യമഹയുടെ ഫാസിനോ. അതിന് ചെറിയൊരു അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. 3 കളേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. സോ എൻ്റെ കൂടെ അത്യാവശ്യം ഒരുവിധപ്പെട്ട എല്ലാ കളേഴ്സും ഉണ്ട്, എല്ലാ വേരിയൻസും ഉണ്ട്. പ്രധാനമായിട്ട് 3 വേരിയന്റിലാണ് നമുക്ക് ഫാസിനോ ലഭിക്കുക. ഡ്രം, ഡിസ്ക്, ഫാസിനോ എസ്, അങ്ങനെയാണ് 3 വേരിയൻസ് വരുന്നത്. ഇതാണ് നമ്മുടെ ഒരു ബേസ് വേരിയന്റ്. റെഡ് കളർ കാണുന്നത് നമുക്ക് ഏകദേശം 1,05,000 രൂപയാണ് ഇതിന്റെ ഏകദേശം ഓൺ റോഡ് പ്രൈസ് വരിക. അത് നമുക്ക് 3 കളറിലാണ് ലഭിക്കുക. റെഡ് കൂടാതെ വൈറ്റ്, ബ്ലാക്ക് അങ്ങനെ കൂടി വരുന്നുണ്ട്. ഇനി സെക്കൻഡ് വേരിയന്റിലേക്ക് വന്നാൽ ഈ 3 കളറാണ് നമുക്ക് സെക്കൻഡ് വേരിയന്റിൽ വരുന്നത്. അതിൽ ഈ ഒരു കളർ ലൈറ്റ് ഗ്രീൻ എന്ന് പറഞ്ഞിട്ടുള്ളത് പുതിയൊരു കളർ ആഡ് ചെയ്തിട്ടുള്ളതാണ്. ഇത് നിങ്ങൾ വേറെ ഏതെങ്കിലും സ്കൂട്ടറിൽ കണ്ടു പരിചയമുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ എന്തായാലും ഒരു പുതിയ കളർ ഇപ്പോൾ നാട്ടിൽ പോപ്പുലർ ആയിട്ടുള്ള നമ്മുടെ ആക്സസിന്റെ കളറാണ്. അപ്പോൾ ആ ഒരു കളർ ഫാഷനുകൾക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ബ്രാൻഡ്. കൂടാതെ ഇതിലേക്ക് വരുമ്പോൾ പ്രധാന മാറ്റങ്ങൾ നമുക്ക് ഡിസ്ക് വന്നിട്ടുണ്ട്. അതുപോലെ മീറ്റർ കാര്യങ്ങൾ ലൈറ്റ്സിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഏകദേശം 1,16,000 രൂപയാണ് പ്രൈസ് വരിക. ഒരു 9,000 രൂപ നമുക്ക് അല്ലെങ്കിൽ 10,000 രൂപ ബേസിനേക്കാളും കൂടുതൽ കൊടുക്കണം ഈ ഒരു സെക്കൻഡ് വേരിയന്റിന് വേണ്ടിയിട്ട്. ഇനി ഏറ്റവും ടോപ്പിലേക്ക് വന്നാൽ ഫാസിനോ എസ് എന്നുള്ളൊരു വാഹനമാണ്. അത് ഈ ഒരു മോഡലാണ് നമുക്ക് 2 കളറിലാണ് ലഭിക്കുക. ഒരു ഫുൾ ബ്ലാക്കും അതുപോലെ തന്നെ നമ്മൾ ഈ കാണുന്ന ഒരു കളർ ഏകദേശം 1,23,000 രൂപയോളാണ് ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അപ്പോൾ ഒരു ബേസിക് സംഭവം ഇങ്ങനെയാണ് കിടക്കുന്നത്. ഇനി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഓരോ മോഡൽസിനും വരുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫാഷൻ ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ യമഹയുടെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ അല്ലെങ്കിൽ സ്കൂട്ടർ വരുന്നത്. വേറെ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഇത്രയും റേറ്റ് കുറവിൽ കിട്ടില്ല. അതാണ് നമ്മുടെ ഫാഷനോടെ ഒരു ബേസ്ഡ് അല്ല ഡ്രം വീലോട് കൂടി വരുന്ന ഡ്രം ബ്രേക്കോട് കൂടി വരുന്ന 1,05,000 ഓൺ റോഡ് പ്രൈസ് വരുന്ന ഒരു മോഡൽ. ഇത് നമുക്ക് 3 കളേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ റെഡ് കൂടാതെ തന്നെ ഒരു ബ്ലാക്ക് വരുന്നുണ്ട്. പിന്നെ പുതുതായിട്ട് ഒരു വൈറ്റ് കളർ കൂടി വന്നിട്ടുണ്ട്. വൈറ്റ് വരുമ്പോൾ പ്രധാന ഒരു മാറ്റം വരുന്നത് വെച്ചാൽ ഇതിൽ ഈ ഒരു ഗ്ലോസി ബ്ലാക്ക് പാർട്ട് വരുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് അതിലൊരു ക്രോം ഫിനിഷ് ആയിരിക്കും വൈറ്റിന്റെ കൂടെ വരിക എന്നുള്ളതാണ്. ബാക്കി 2 കളേഴ്സും സിമിലർ ആണ് എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള വ്യത്യാസം. നമുക്ക് ഇതിൽ ഡ്രം ബ്രേക്ക് ആയിരിക്കും, കോംബി ബ്രേക്സ് നമുക്ക് വരുന്നുണ്ട്. സെക്കൻഡ് വേരിയന്റ് മുതലാണ് ഡ്രം ബ്രേക്ക് വരിക. ഫ്രണ്ടിൽ 12 ഇഞ്ചും റിയറിൽ 10 ഇഞ്ചിന്റെ ട്യൂബ്ലെസ് ടയർ കോമൺ ആയിട്ട് വരുന്നുണ്ട്. അലോയ് വീൽസ് ഉണ്ട് കേട്ടോ. നമുക്ക് ഡ്രം ബ്രേക്കാണ് വരുന്നുള്ളൂ, ഡ്രം വീലല്ല. അലോയ് വീൽസ് സ്റ്റാൻഡേർഡ് ആണ്. എല്ലാ വേരിയന്റിലും നമുക്ക് അലോയ്സ് വരുന്നുണ്ട്. ടോപ്പിലേക്ക് പോകുമ്പോൾ കളർ ഡിഫറൻസ് മാത്രമേ സംഭവിക്കുന്നുള്ളൂ. പിന്നെ പ്രധാന മാറ്റം ഇതിൽ നമുക്ക് ഹാലജൻ ആണ് ഹെഡ് ലാമ്പ് യൂണിറ്റ്. നമ്മൾ റോഡിലൊക്കെ കൂടുതൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക LED DRL കാര്യങ്ങളൊക്കെ ഉള്ള ഫാഷൻ ആയിരിക്കും. അത് സെക്കൻഡ് വേരിയന്റ് തൊട്ട് നമുക്ക് ലഭിക്കുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് ഹാലജൻ ആണ് വന്നിട്ടുള്ളത്. മൂന്നാമത്തെ ഒരു പ്രധാന മാറ്റം എന്ന് പറഞ്ഞാൽ മീറ്ററിലാണ്. നമുക്കൊരു അനലോഗ് മീറ്റർ ആണ് ഈ ഒരു ബേസ് വേരിയന്റിൽ ലഭിക്കുക. അതായത് സാധാരണ നമ്മൾ പണ്ട് മുതലേ സ്കൂട്ടറുകളിലൊക്കെ കാണുന്ന രൂപത്തിൽ ഒരുപാട് ഇൻഫർമേറ്റീവ് വന്നില്ല. സ്പീഡോമീറ്റർ ഉണ്ടായിരിക്കും, ഓഡോമീറ്റർ ഉണ്ടായിരിക്കും, ഫ്യൂൽ ലെവൽ, പിന്നെ ടെൽറ്റെയിൽ ലൈറ്റ്സ് അത്രേ ഉണ്ടായിരിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ കൺട്രോൾസും ഒരു മിനിമലാണ്. സാധാരണ ഒരു വാഹനത്തിന് വേണ്ട നമ്മുടെ സെൽഫ് സ്റ്റാർട്ട്, ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പിന്റെ ഒരു കൺട്രോൾ, പിന്നെ ഹൈ ബീം, ലോ ബീം, ഇൻഡിക്കേറ്റർ, ഹോൺ, അത്രയും കൺട്രോൾസ് വരുന്നുള്ളൂ. നമ്മുടെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഒക്കെ സെക്കൻഡ് വേരിയന്റിൽ ഉണ്ട്. അപ്പോൾ അതിൽ കുറച്ചുകൂടി കൺട്രോൾസ് കൂടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതൊന്ന് എടുത്ത് കാണിച്ചത് എന്ന് പറയാം. വൈഡ് ആയിട്ടുള്ള സീറ്റാണ് നമ്മുടെ ഫാഷൻ. നമുക്ക് അറിയാവുന്ന പോലെ തന്നെ അത്യാവശ്യം 2 പേർക്കൊക്കെ കിഡിലിനായിട്ട് ഇരിക്കാൻ പറ്റുന്ന സീറ്റ് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു തുടക്കക്കാരൊക്കെ ഏറ്റവും അധികം പരിഗണിക്കുന്ന ഒരു വാഹനമാണ്. അതായത് 2 പ്രധാന റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 780 മില്ലിമീറ്റർ സീറ്റ് ഹൈറ്റ് വരുന്നുള്ളൂ. സോ അത്യാവശ്യം ഉയരം കുറഞ്ഞവർക്കും ഫ്ലാറ്റ് ഫുട്ട് ചെയ്ത് കൊണ്ടു നടക്കാനായിട്ട് പറ്റും. ഒപ്പം 98 കിലോയാണ് വെയിറ്റ് വരുന്നുള്ളൂ. സുഖമായിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. തുടക്കക്കാരാണ്, ഇത് എക്സ്പീരിയൻസ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിലും നമുക്ക് വെയിറ്റ് ഒന്നും ഒരു പ്രശ്നമായിട്ട് വരില്ല. ഇപ്പം പാർക്കിങ്ങിലൊക്കെ എവിടെയെങ്കിലും നിർത്തി റിവേഴ്സ് എടുക്കാൻ അത്ര ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. റിയറിലേക്ക് വരുമ്പോഴാണ് പ്രധാനം 3 കളേഴ്സ് ആഡ് ചെയ്തതിനോടൊപ്പം ഈ ഒരു 2026 അപ്ഡേറ്റ് വന്നപ്പോൾ പ്രധാനമായിട്ട് മാറിയ ഒരു ഭാഗം ഈ ഒരു പോർഷനാണ്. നമുക്കൊരു ഒറ്റ പീസായിട്ട് അതിനകത്ത് ലെയർ ആയിട്ടായിരുന്നു ബ്രേക്ക് ലൈറ്റും അതുപോലെ തന്നെ ഇൻഡിക്കേറ്ററൊക്കെ കൊടുത്തിരുന്നെങ്കിൽ അതിനൊക്കെ സെപ്പറേറ്റ് ആക്കി ഓരോ 3 പീസാക്കി കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ കാണുന്നത് ഹാലജൻ ആണ് കേട്ടോ. സെക്കൻഡ് വേരിയന്റ് തൊട്ട് മനോഹരമായിട്ടുള്ളൊരു LED ആയിട്ട് മാറുന്നുണ്ട്. ഇൻഡിക്കേറ്റർ നമുക്ക് ഹാലജൻ ആണ് വന്നിട്ടുള്ളത്. ഗ്രാബ് ഹാൻഡിൽ സിമിലർ ആണ് എല്ലാ വേരിയന്റിലും ഒരുപോലെ തന്നെ. നമുക്ക് അത്യാവശ്യം ബൾക്ക് ആയിട്ടുള്ള നമുക്ക് എന്താ പറയുക അത്യാവശ്യം ഭാരം കയറ്റണം എന്നുണ്ടെങ്കിലും പിടിച്ച് വലിക്കണം എന്നുണ്ടെങ്കിലും സ്റ്റാൻഡ് ചെയ്യണമെങ്കിലൊക്കെ കോൺഫിഡൻസോടുകൂടി ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് വന്നിട്ടുള്ളത്. സോ ഇതാണ് 1,05,000 കിട്ടുന്ന നമ്മുടെ ഫാഷനോട് ഒരു ലുക്ക് കാര്യങ്ങളും ഫീച്ചേഴ്സ് വന്നിട്ടുള്ളത്. ഇനി സെക്കൻഡ് വേരിയന്റിലേക്ക് പോകുമ്പോൾ ഏകദേശം 10,000 രൂപ അധികം കൊടുക്കുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുക നോക്കാം. സെക്കൻഡ് വേരിയന്റിന് 1,16,000 രൂപയാണ് കേരളത്തിലെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഈ 3 കളേഴ്സ് ആണ് വന്നിട്ടുള്ളത്. ഇത് എക്സിസ്റ്റിംഗ് മോഡലിൽ ഉണ്ടായിരുന്ന കളർ തന്നെയാണ്. നമുക്ക് ഒരു മെറ്റാലിക് ബ്ലൂ ആണ് ഈ ഒരു കോമ്പിനേഷൻ വന്നുള്ളത്. ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരു ക്രോം ഫിനിഷ് ആണ് ഈ ഭാഗങ്ങളിലൊക്കെ നമുക്ക് ലഭിക്കുക എന്ന് പറയാം. അത് സൈഡിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നേരെ മറിച്ച് നമുക്കൊരു മാറ്റ് ബ്ലൂ വരുന്നുണ്ട്. അതിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ പാർട്ട് മൊത്തം
ഗ്ലോസി ബ്ലാക്ക് ആയിട്ട് മാറും എന്നുള്ളതാണ്. ഇനി ഏറ്റവും ഹൈലൈറ്റ് തൊട്ടടുത്ത് നിൽക്കുന്ന കളറാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇപ്പോൾ കേരളത്തിലെ റോഡിലൊക്കെ ഒരുപാട് നിങ്ങൾ ഈ ഒരു കളർ സ്കൂട്ടർ കണ്ടിട്ടുണ്ടാവും, പക്ഷേ ഫാഷനും അല്ല, അല്ലെങ്കിൽ യമഹയുടെ പ്രൊഡക്റ്റ് അല്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു ലൈറ്റ് ഗ്രീൻ കളർ കൂടി യമഹ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലും നമുക്ക് ആ ഒരു ക്രോമാണ് ഹൈലൈറ്റ് ആയിട്ട് നൽകിയിട്ടുള്ളത്. സോ ഒരു ഓരോ കളർ കോമ്പിനേഷൻ അനുസരിച്ച് അത്തരത്തിലുള്ള ചേഞ്ചസ് വരുന്നുണ്ട്. അലോയ് ഫുള്ള് നമ്മൾ ബേസ് എടുത്താലും സെക്കൻഡ് വേരിയന്റ് എടുത്താലും എല്ലാ കളേഴ്സിനോടൊപ്പം നമുക്ക് ബ്ലാക്ക് അലോയ്സ് ആയിരിക്കും ലഭിക്കുക. ഇതിലേക്ക് വരുമ്പോൾ പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറഞ്ഞാലും വീലിന്റെ അവിടെ തന്നെയാണ് നമുക്ക് ഡിസ്ക് ബ്രേക്ക് ആരംഭിക്കുന്നത്. ഒരു 130 മില്ലിമീറ്ററിന്റെ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് ആണ് ലഭിക്കുക എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ മാറ്റം നമ്മുടെ ഹെഡ്ലൈറ്റിലാണ്. DRL അതുപോലെ തന്നെ LED ഹെഡ്ലാമ്പ് യൂണിറ്റ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇൻഡിക്കേറ്റർ ഹാലജനാണ് ലഭിക്കുക. പിന്നെ നമ്മുടെ മീറ്റർ നമ്മുടെ അനലോഗ് എന്ന് മാറിയിട്ട് ഡിജിറ്റൽ ഡിസ്പ്ലേ ആയിട്ട് മാറിയിട്ടുണ്ട്. അതിൽ സെൻട്രൽ ഒരു കൺട്രോൾ ആണ്, അതിൽ അത്യാവശ്യം വേണ്ട ട്രിപ്പ് അതുപോലെ തന്നെ ഓഡോമീറ്റർ ഒക്കെ നമുക്ക് സ്വിച്ച് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെയും കൺട്രോൾസ് നമ്മൾ നേരത്തെ കണ്ട വാഹനത്തിൽ ഇതുപോലെ തന്നെയുള്ള കൺട്രോൾസ് ആണ്, എക്സ്ട്രാ കൺട്രോൾസ് കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ്, നമ്മൾ സൈലന്റ് സ്റ്റാർട്ട്, അത്തരം ഫീച്ചേഴ്സ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. അതായത് ഒരു എക്സ്ട്രാ ബാറ്ററി നമുക്ക് നമ്മുടെ ഈ ഒരു ഭാഗത്തായിട്ട് യമഹ നൽകിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു സൈലന്റ് സ്റ്റാർട്ടർ മോട്ടർ കൂടി ഈ ഒരു ഭാഗത്തായിട്ട് എഞ്ചിന്റെ ഭാഗത്തായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വളരെ സൈലന്റ് ആയിട്ട് വാഹനം സ്റ്റാർട്ട് ആവുന്ന അറിയ പോലും ഇല്ല. മാത്രമല്ല നമുക്ക് മൈലേജ് കൂടാനായിട്ട് ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പും ഫ്ലോലെസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു പ്രധാന മാറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നതിന്റെ റിയർ പ്രൊഫൈലാണ്. അതായത് നമുക്ക് ബേസ് വേരിയന്റിൽ ഹാലജന ലഭിച്ചിരുന്നെങ്കിൽ ഇവിടേക്ക് വന്നാൽ നമുക്ക് LED ടൈൽ ലാമ്പ് യൂണിറ്റ് ആവുന്നത്. ജസ്റ്റ് പാർക്ക് ലൈറ്റ് അല്ലെങ്കിൽ നമ്മുടെ വാഹനം ഓൺ ആയി കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു DRL പോലെ ഇവിടെ വർക്ക് ചെയ്യും. ഒപ്പം നമ്മൾ ബ്രേക്ക് പിടിക്കുകയാണെങ്കിൽ കണ്ടോ ബാക്കിയുള്ള ഭാഗം തെളിയും. കുറച്ചുകൂടി മനോഹരമായിട്ടുള്ളൊരു ലൈറ്റ് ആയിട്ട് ഈ ഒരു സെക്കൻഡ് വേരിയന്റ് തൊട്ട് മാറുന്നുണ്ട് എന്നുള്ളതാണ്. ഗ്രാബ് ഹാൻഡിൽ, സീറ്റ്, അത്തരം കാര്യങ്ങളിലൊന്നും നമുക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുന്നില്ല. സോ ഇത്രയും പ്രധാന 3 ചേഞ്ചസ് ആണ് നമുക്ക് സെക്കൻഡ് വേരിയന്റ് ലഭിക്കുമ്പോൾ, അതായത് ഒരു 10,000 രൂപ അധികം കൊടുക്കുമ്പോൾ ലഭിക്കുന്നത്. പിന്നെ കുഞ്ഞു മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതേ ഇവിടെ നമുക്കൊരു ക്രോം ഗാർണിഷ് കാര്യങ്ങളൊക്കെ വന്നു, അത്തരത്തിലുള്ള ചെറിയ മാറ്റങ്ങൾ വേറെയും വരുന്നുണ്ട്. മറ്റൊരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ ഫാസിനോടെ ബേസ് വേരിയന്റ് നമുക്ക് 3 കളറുണ്ട്, സെക്കൻഡ് വേരിയന്റിൽ 3 കളറുണ്ട്. ഇതൊന്നും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് റെഡ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബേസ് വേരിയന്റ് തന്നെ എടുക്കണം എന്നുള്ളതാണ്. വൈറ്റ് വേണമെങ്കിൽ ബേസ് വേരിയന്റ് തന്നെ എടുക്കണം. അതൊന്നും സെക്കൻഡ് വേരിയന്റിലോ ടോപ്പ് വേരിയന്റിലോ കിട്ടില്ല. അതുപോലെ ഈ 3 കളേഴ്സ് നിങ്ങൾക്ക് സെക്കൻഡ് വേരിയന്റിൽ മാത്രമേ കിട്ടുള്ളൂ. ഇതൊക്കെ ബേസ് വേരിയന്റിലോ ടോപ്പ് വേരിയന്റിലോ നമുക്ക് ലഭിക്കില്ല എന്നുള്ളതാണ്. അതിനാൽ കളർ കോമ്പിനേഷൻസ് വരുന്നത്. ഇനി ഏറ്റവും ടോപ്പിലേക്ക് വന്നു കഴിഞ്ഞാലും നമുക്ക് 1,23,000 രൂപയാണ് വരുന്നത്. ഏകദേശം 8,000 രൂപയോളം നമ്മൾ അധികം കൊടുക്കണം. ആ ഒരു വേരിയന്റാണിത്. ഈ കാണുന്നത് ഒരു പുതിയ കളർ കൂടിയാണ്. ടോപ്പ് എൻഡിനെ ഫാസിനോ S എന്നാണ് നമ്മുടെ യമഹ പേരിട്ടുള്ളത്. ആ ഒരു ബ്രാൻഡിങ് നമുക്ക് സൈഡിൽ കാണാൻ സാധിക്കും. ബാക്കിയുള്ള 2 വേരിയന്റിലും ഫാസിനോ മാത്രമാണെങ്കിൽ ഇവിടെ S എന്നും കൂടി ആഡ് ആയി വരും. മുൻവശം നോക്കുന്ന സമയത്ത് നമുക്ക് ഫീച്ചറിലൊന്നും വലിയ വ്യത്യാസം വരില്ല. പെട്ടെന്ന് നോട്ടീസ് ചെയ്യുന്ന കാര്യം അലോയുടെ കളർ ചേഞ്ച് ആയി എന്നുള്ളതാണ്. 2 കളറിലാണ് ലഭിക്കുക. 2ലും നമുക്ക് ഗോൾഡ് അലോയ് വീൽസ് ആയിട്ട് മാറുന്നുണ്ട്. ബാക്കി എല്ലാത്തിലും നമുക്ക് ബ്ലാക്ക് അലോയ് വീൽസ് ആയിരിക്കും. അപ്പോൾ റോഡിൽ എവിടെയെങ്കിലും നിങ്ങൾ ഗോൾഡ് അലോയോട് കൂടിയിട്ടുള്ള ഫാസിനോ കണ്ടാലും അത് ടോപ്പ് എൻഡ് ആണെന്ന് ഉറപ്പിച്ചോ. പിന്നെ ഫാസിനോസ് എന്നുള്ള ബാഡ്ജിങ്ങും വരുന്നുണ്ട്. ഹെഡ്ലൈറ്റ് ബാക്കിയുള്ളതിലൊന്നും മാറ്റില്ല. നമുക്ക് ഇത് വന്നിട്ടുള്ള ഒരു പുതിയ കളറാണ്, ഒരു ഗ്രേ ഫിനിഷിലാണ് വന്നിട്ടുള്ളത്. പഴയ ജനറേഷൻ അല്ലെങ്കിൽ 2026 മുന്നുള്ള ഫാസിനോയിൽ നമുക്ക് ഈ ഒരു കളർ കോമ്പിനേഷൻ ഉണ്ടായിരുന്നില്ല. ഇത് കൂടാതെ ഒരു കളർ കൂടിയാണ് ടോപ്പ് എൻഡിൽ വരുന്നത്. നമുക്ക് ഒരു മാറ്റ് ബ്ലാക്കിൽ കൂടി ലഭിക്കും. അതിൽ മാറ്റ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ബ്ലാക്ക് ആയിരിക്കും, ഒരു ഫുൾ ബ്ലാക്ക് മെറ്റാലിക് ബ്ലാക്ക് ഫിനിഷിൽ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ 2 കളേഴ്സേ വരുന്നുള്ളൂ. അതും ഈ 2 കളേഴ്സ് വേണമെങ്കിൽ നിങ്ങൾ ടോപ്പ് എൻഡിന് എടുക്കണം. ബാക്കി ഒരു വേരിയന്റിനും പോയിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. ഏറ്റവും വലിയ ചേഞ്ച് നമുക്ക് ഇതിലേക്ക് വരുമ്പോൾ നമ്മുടെ ക്ലസ്റ്റർ ഒരു അടിപൊളി TFT ഡിസ്പ്ലേ ആയിട്ട് മാറുന്നുണ്ട് എന്നുള്ളതാണ്. വിത്ത് ബ്ലൂടൂത്ത് കണക്ഷനോടുകൂടി വരും. കണ്ടോ അത് ഓപ്പൺ ആയി വരുമ്പോൾ തന്നെ ഒരു കാറിൻ്റേതുപോലെ എന്ന് വെച്ചാൽ സൈസിൻ്റെ കാര്യത്തിലല്ല, ആ ഒരു ഗ്രാഫിക്സ് കാര്യങ്ങൾ നമ്മൾ സാധാരണ കാറിലൊക്കെ കണ്ട രൂപത്തിലാണ് വന്നിട്ടുള്ളത്. ഈ തീം നമുക്ക് 2 എണ്ണം വരുന്നുണ്ട്. ഇത് കൂടാതെ ഫുൾ ഡിജിറ്റൽ ടൈപ്പ് RPM ഒക്കെ നമുക്കൊരു ഇങ്ങനെ 1, 2, 3 എന്ന് എഴുതുന്നതിന് പകരം വേറൊരു ഡിസ്പ്ലേ ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. അതിൻ്റെ കൺട്രോൾസ് നമുക്കിത് ഇവിടെ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഹോം ബട്ടൺ അത്തരം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് തീം സെലക്ട് ചെയ്താൽ സെക്കൻഡ് തീമിലേക്ക് ഞാൻ മാറ്റി കഴിഞ്ഞാൽ ഈ രൂപത്തിലേക്കായിട്ട് മാറും. ഇതായിരിക്കും നമ്മൾ വണ്ടി ഓൺ ആക്കുമ്പോൾ വരുന്നത്. പക്ഷേ എനിക്ക് പഴയ ടൈപ്പ് തന്നെയാണ് കുറച്ചുകൂടി ഇഷ്ടമായി. നേരത്തെ ഓൾറെഡി ഉണ്ടായത് നമ്മുടെ RPM മീറ്ററൊക്കെ കാണുമ്പോൾ കുറച്ചുകൂടി സ്പോർട്ടി ആയിട്ടുള്ളൊരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് പറയാം. അത് കൂടാതെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മ്യൂസിക്, നാവിഗേഷൻ, നോട്ടിഫിക്കേഷൻ, വെതർ അങ്ങനെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിൽ നാവിഗേഷൻ എടുത്താൽ നമുക്കിത് ഈ ഒരു ഭാഗം നമുക്ക് ടേൺ ബൈ ടേൺ നാവിഗേഷൻ ഇൻഫർമേഷനൊക്കെ അറിയാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു കൺട്രോളാണ് ഇവിടെ എക്സ്ട്രാ വന്നിട്ടുള്ളത്. പിന്നെ നമ്മുടെ സാധാരണ വാഹനങ്ങളിൽ ഉള്ള പോലെ തന്നെയാണ് ഹോണൊക്കെ അത്യാവശ്യം സ്കൂട്ടറിലൊക്കെ കാണുന്ന പോലെ ലൗഡായിട്ടുള്ളൊരു ഹോൺ വന്നിട്ടുണ്ട്. അതിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അതിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്ന സൗണ്ട് ഒന്ന് കേൾപ്പിക്കാൻ നിങ്ങൾ ചിലപ്പോൾ സൗണ്ട് നിങ്ങൾക്ക് ഒരു മൈക്കിൽ കിട്ടില്ല, അത്രയും സൈലൻ്റ് ആയിട്ടാണ് വന്നുള്ളത്. സ്റ്റാർട്ട് ചെയ്യാണ്. യെസ്, ഒരു സൈലന്റ് സ്റ്റാർട്ടർ മോട്ടർ വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞാൽ ബാറ്ററിയുടെ പുറകിലായിട്ട് ഇവിടെ എക്സ്ട്രാ ബാറ്ററി വന്നിട്ടുണ്ട്. അതിൻ്റെ പുറകിലായിട്ട് നമുക്ക് സൈലന്റ് ആയിട്ടുള്ള സ്റ്റാർട്ടർ മോട്ടർ വരുന്നുണ്ട്. അതുകൊണ്ട് ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പിലൊക്കെ വാഹനം ഇപ്പോൾ നമ്മൾ ട്രാഫിക്കിലൊക്കെ നിൽക്കുന്ന സമയത്ത് വീണ്ടും ഓട്ടോമാറ്റിക് ആയിട്ട് സ്റ്റാർട്ട് ആവും. ആ സമയത്തൊക്കെ നമുക്ക് വളരെ കൺവീനിയൻ്റ് ആണ്, വളരെ സൈലന്റ് ആണ് എന്ന് പറയുക. ഒരു ഡിസ്റ്റർബൻസ് കാര്യങ്ങൾ അടിക്കടി ഇങ്ങനെ സ്റ്റാർട്ട് ആയാലും നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രശ്ന കാര്യങ്ങളൊന്നും വരുന്നില്ല.
ആ രൂപത്തിലാണുള്ളത്. അത്യാവശ്യം ഇവിടെ ഫുട്ബോൾ ഏരിയ അത്തരം കാര്യങ്ങൾ ഡയമെൻഷനിലോ സ്പെക്കിലോ ഒന്നും മാറ്റം സംഭവിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഫുട്ബോൾ ഏരിയ ഒക്കെ അത്യാവശ്യം ഡീസൻ്റ് ആണ്. നമുക്കൊരു ലഗേജിനുള്ളൊരു സ്പേസ് ഉണ്ടോ എന്ന് വെച്ചാൽ കുറവാണ്. എന്നാൽ പോലും നമുക്ക് ആളിന് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് അത്യാവശ്യം വേണ്ട രൂപത്തിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ സീറ്റിന്റെ താഴെയായിട്ട് നമുക്ക് 21 ലിറ്ററിന്റെ ഒരു സ്റ്റോറേജ് ഏരിയ ആണ് വന്നുള്ളത്. ഒരു ഹാഫ് ഫേസ് ഹെൽമെറ്റ് ഒക്കെ നമുക്ക് സൂക്ഷിക്കാം എന്നുള്ള രൂപത്തിലാണ്. ഫ്യൂൽ ഫില്ലിംഗ് നമുക്ക് സീറ്റ് ഉയർത്തിയിട്ട് തന്നെ ചെയ്യണം. ആ രൂപത്തിൽ തന്നെയാണ്. അതിൽ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. 5.1 ലിറ്റർ ആണ് ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി നൽകിയിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഈ 3 രീതിയിലാണ് നമുക്ക് ഫാസിനോ വാങ്ങാനായിട്ട് പറ്റുക. പഴയ ജനറേഷൻ പോലെ തന്നെ നമുക്കൊരു 125cc എഞ്ചിനാണ് വന്നിട്ടുള്ളത്. 8.2 PS 10.5 Nm ടോർക്കാണ് ഈ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം വേണ്ട പവർ ഉണ്ട്, നല്ല മൈലേജ് ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഓൾറെഡി നമ്മുടെ ചീരൻസിൽ നിന്ന് ഇതിൻ്റെ ഒരു മൈലേജ് ടെസ്റ്റിൻ്റെ ഒക്കെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ആവറേജ് കിട്ടിയത് 65 ഒക്കെ നമുക്ക് ആവറേജ് മൈലേജ് ഉണ്ട്. അതായത് അതിന് മുകളിൽ കിട്ടിയവരുണ്ട്, അതിന് താഴെ കിട്ടിയവരുണ്ട്. എനിക്ക് കിട്ടിയത് എത്രയാണ് 48-49 എനിക്ക് കിട്ടിയത്. അപ്പോൾ ഓവറോൾ ഒരു ആവറേജ് നോക്കുന്ന സമയത്ത് നമുക്ക് 60+ മൈലേജ് കിട്ടുന്നുണ്ട്. അതൊരു ഹൈബ്രിഡ് സിസ്റ്റം കാര്യങ്ങൾ ഉപയോഗിക്കുന്നതുകൊണ്ട് അത്യാവശ്യം ഫ്യൂൽ എഫിഷ്യൻ്റ് ആണ് എന്നും പറയാം. ആ രൂപത്തിലാണുള്ളത്. സോ നിങ്ങൾക്ക് ഡൗൺ പേയ്മെന്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് നമുക്കൊരു 4444 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ചീരൻസ് നിങ്ങൾക്ക് യമഹ ഫാസിനോ ഇറക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാ കളേഴ്സും ഒന്ന് നേരിട്ട് കാണണമെന്നുണ്ടെങ്കിലും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണമെന്നുണ്ടെങ്കിലും താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചോ തൃശ്ശൂർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം ഇവിടെ സ്റ്റോക്ക് അവൈലബിൾ ആണ്. എല്ലാം നിങ്ങൾക്ക് നേരിട്ട് കണ്ട് തന്നെ ഓരോ കളറും ഇഷ്ടപ്പെട്ട് ഒരു തിരഞ്ഞെടുത്തിട്ട് സെലക്ട് ചെയ്യാം, ഡെലിവറി എടുക്കാമെന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഫാസിനോ എടുക്കാൻ പ്ലാൻ ഉണ്ടോ അല്ലെങ്കിൽ ഫാസിനോ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കാം. വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ആണെങ്കിൽ ഒരുപാട് നേരത്തെ വീഡിയോ കാണാം. ബൈ ബൈ.